ചോട്ടി തണ്ടിപ്പരിപ്പ് എടുക്കണേ പറ്റിച്ചേ. അല്ല ഇതിപ്പോ എന്താ ഒരു വീടിന് 2 സിറ്റോട്ടോ ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങള്. ഇതേ വേറെ ഇവിടെ ഇല്ലട്ടോ, നമ്മളെ കൊല്ലം ചെറുക്കല. അപ്പൊ നമ്മളെ ഫൈസലിന്റെ കാരണോലെ വീടിന്റെയും കുടിരിക്കലിന് വന്നാട്ടോ. നമ്മള് വന്നപ്പോ കുറച്ച് വൈകിക്കണ്. വൈകുന്നേരം 5 മണിക്ക് തുടങ്ങിയ പരിപാടി ഇപ്പൊ 8 മണിയായിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കില്ല, ഞാനും വരാല്ല. അപ്പൊ നമ്മളവിടെ ഇരുന്ന് ഇന്നെ പോലെ തന്നെ കുറച്ച് വൈകി വന്നേ നമ്മളെ ചങ്കാളുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ നല്ലോണം പരിഗണിച്ചു കേട്ടോ. കാരണം ഉള്ള ചിക്കന്റെ പ്ലേറ്റ് ഒക്കെ മുഴുവൻ ഇവിടെ ഉണ്ട്. ഈ കൂട്ടത്തില് തിരൂരുള്ള ആളുണ്ട്, കുന്നുംപുറമുള്ള ആളുണ്ട്, പാണമ്പുറമുള്ള ആളുണ്ട്, കളിയാട്ടമുക്കുള്ള ആളുണ്ട്. ഓക്കെ ഫൈസലിന്റെ ചങ്കാള ഞാനടക്കം വർത്താനം പറഞ്ഞ് ഏതായാലും ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനും കണ്ട് ആണോക്കെയാണ് വീട്ടിക്ക് കയറിനോടത്തനാണ് നോക്കിയാണ് തൊപ്പിട്ട കാക്കൊക്കെ ഓലെ സോറിയും പറഞ്ഞ് കുത്തർക്ക ഇവിടെ പെരിക്ക് കയറിയാണ്ട് ഒരു നേരെ പോയത് ഫ്രിഡ്ജ് തുറക്കാനായി നോക്കാൻ കണ്ടില്ലേ. അങ്ങനെ പെരന്റെ ഉള്ളിക്കൊക്കെ ഒന്ന് കയറിയാണ്ട് റൂമൊക്കെ ഒന്ന് കണ്ടതാ കോണിപ്പടി കയറി അങ്ങനെ മൊത്തമായിട്ട് ഒന്ന് ഇങ്ങനെ സർക്കിറ്റ് അടിച്ച് കണ്ടിട്ട് നമ്മള് മാഷാ അല്ലാ പെരക്ക് ഉസാറാണ്. കണ്ടില്ലേ മൻസൂർക്ക് ലീക്ക് അടിച്ചു ബാത്റൂമും ഒന്നും പറയാനില്ല, കിണ്ണം കാച്ചി കിടക്കാച്ച. അപ്പൊ ഇതാണ് നമ്മളെ ഫൈസലിന്റെയും കാരണോലും വീട്. ഒരു വീട് 2 വീടാണ്ടാക്കി. അതന്നെ നമ്മളെ ഭാഷ പറഞ്ഞാല് ഇരട്ടപ്പേര. ഉള്ളിലെ ആളുകളുണ്ട്, അതുകൊണ്ട് തന്നെ ഉള്ളത്തെ വീട് നമുക്ക് കൂടുതൽ കിട്ടിയിട്ടില്ല. അതിന്റെ അടുക്ക് സൽമാൻ ഉസ്താവും പോവാന്ന് പറഞ്ഞ പോവാ. അപ്പൊ ഞങ്ങളും ഉണ്ട്, ഞങ്ങളും പോകുന്നത് അവിടുന്ന്. അങ്ങനെ നമ്മള് അവിടുന്ന് യാത്രയും പറഞ്ഞ് ഇറങ്ങിട്ടോ. വന്നത് ഫസ്റ്റിന് നിൽക്കുന്ന കടയിൽ ഫസ്റ്റിന്റെ വകെ എല്ലാവർക്കും സവനപ്പും കിട്ടി. റാത്തായില്ലേ. അപ്പോഴാണ് നമ്മളെ കടന്റെ ഉള്ളില് വിച്ചാനെ കണ്ടത്. കൊടുത്തു കൈ ക്യാമറ കണ്ടപ്പോഴേ ഉസ്താവ് പറഞ്ഞിരിക്കുക ചിരിച്ചു നോക്കിയാണ്. അങ്ങനെ ഓലോട് എല്ലാവരോടും സ്ഥലം പറഞ്ഞാണ്ട് നമ്മളിതാ പെരിയിൽ എത്തിക്കണം. ആ കാണാട്ടെ നമ്മളെ കൂടി അങ്ങോട്ട് നോക്കിയാണ്. എന്ത് രസമല്ലേ രാത്രി കാണാൻ. എന്നായിക്കോട്ടെ എല്ലാവരും കിടന്നുറങ്ങിക്കോളി.